ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കൈരളി ടിവിക്ക് ഇത്ര പരിഭ്രാന്തി? ഇടത് യു ഡി എഫിന്റെ ഭരണ ശരി, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചതുപ്പ് ഇനിയിപ്പോ യു ഡി എഫിന്റെ ഭരണകാലത്താണെന്ന് ഇനി അദ്ദേഹം ഇനിയും പറയുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ. ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലനാവും. പക്ഷെ അങ്ങനെ വാചാലനാവരുത്. കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ കെ ടി ജലീലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണ ഉത്തരവിടുന്നില്ല എങ്കിൽ ഈ ഭൂമി ഏറ്റെടുപ്പിലെ അഴിമതി സംബന്ധിച്ച് 15 കോടിയുടെ അഴിമതിയാണ്. 17,65,00,000 രൂപയുടെ ടോട്ടൽ വിലയാണ് ഈ ഭൂമിക്കായി സർക്കാർ കൊടുത്തത്. അതിനകത്ത് ഏകദേശം ഒരു 2.5 കോടി രൂപയോടെ ഈ പറയുന്ന വിദ്വാൻമാർക്ക് ചെലവ് വന്നിട്ടുണ്ടാവും ഭൂമി വാങ്ങാൻ. ചെറിയ വിലക്ക് ഭൂമി വാങ്ങി ഇടനിലക്കാരായി നിന്ന് സർക്കാരിന് അധിക വിലക്ക് മറച്ചു വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ജലീലിന്റെ ബന്ധുക്കളില്ലല്ലോ, അബ്ദുറഹ്മാന്റെ ബന്ധുക്കളില്ലല്ലോ. അപ്പൊ ജലീലിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ്? ജലീലിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വരും. കാത്തിരിക്കൂ. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറുപടിയാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇനി അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ തെളിവുകളടക്കം വരും ദിവസങ്ങളിൽ പുറത്തു വരും. നിങ്ങൾക്ക് കാത്തിരിക്കാൻ സംശയം വേണ്ട. ഇപ്പൊ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള മറുപടിയാണ്. ആ മറുപടിയാണ് ഇപ്പോ മാധ്യമങ്ങളുടെ ഭാഗം നൽകിയിട്ടുള്ളത്. ഇത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തതല്ല, ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ്. അത് യു ഡി എഫിന്റെ ഭരണകാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷവും ആരായിരുന്നു ഇതിന്റെ യഥാർത്ഥ ഭൂവുടമകൾ എന്ന കാര്യം വിവരാവകാശ പ്രകാരം കിട്ടിയതിന്റെ രേഖകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു. ശ്രീ സി മമ്മൂട്ടി MLA നിയമസഭയിൽ ആധികാരികമായി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു. ഈ ഭൂമി ഏറ്റെടുത്തതിൽ ക്രമക്കേടുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ആധികാരികമായി നിങ്ങളെ കാണിച്ചു. ഇനി എന്താണ് കെ ടി ജലീൽ ഇനിയും യു ഡി എഫിന്റെ കുറ്റം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിന്റെ തലയിൽ ചാരി സി മമ്മൂട്ടിയുടെ മേലിൽ പഴിചാരി ജലീലിന് രക്ഷപ്പെടാൻ കഴിയില്ല. കൃത്യമായ തെളിവുകളാണ് ഇപ്പോ മാധ്യമങ്ങളുടെ പറഞ്ഞ തെളിവുകൾ ഇപ്പോൾ അബ്ദുറഹ്മാനിൽ എത്തിയിട്ടുള്ളൂ. കെ ടി ജലീൽ എത്തിയില്ല. അബ്ദുറഹ്മാന്റെ സഹോദരൻ ഭൂമി വാങ്ങി ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുപ്പ് 2 ആഴ്ച അകം ഇത് ശ്രീ കെ ടി ജലീൽ 2019 അദ്ദേഹം പ്രസംഗിച്ചാണ്. എന്തിനാണ് യു ഡി എഫ് ഏറ്റെടുത്ത ഭൂമി അദ്ദേഹം മുൻപ് ഏറ്റെടുക്കുന്നത് 2019? അഴിമതിയുടെ തെളിവ് ഞാൻ പറഞ്ഞു. ഇന്നലെ ഭൂമി വിറ്റ ആള് നേരിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ 35,000 രൂപയ്ക്കാണ് വിറ്റത്. അദ്ദേഹത്തിന് 2 ഏക്കർ 45 സെന്റ് സ്ഥലം. അപ്പോ ആകെ 11 ഏക്കറാണ്. അതിനകത്ത് 2 ഏക്കർ 45 സെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തായി. വലിയ പിന്നെ ബാക്കിയുള്ള ആളുകളും വരും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും വരില്ല. കാരണം അവർക്ക് പേടിയുണ്ട്, അവർക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി. പക്ഷെ ചില ആളുകളും രംഗത്ത് വരും ദിവസങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫെബ്രുവരി മാസത്തിലെ ഒരു സാക്ഷ്യപത്രം അല്പം മുമ്പ് കെ ടി ജലീൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സെന്റിനൊന്ന് 1,70,70,000 രൂപ മാത്രം വില നിശ്ചയിച്ചിരിക്കുന്നതാണ്. അപ്പൊ അപ്പോഴേ വില നിശ്ചയിച്ചിരുന്നു അല്ല. അതായത് അന്ന് പറയാം, കലക്ട്രേറ്റില് ചേർന്ന യോഗത്തില് ഞാൻ പറയുന്നത് ചോദിച്ചല്ലോ. അതെ, അതായത് 2016 ഫെബ്രുവരിയിലാണല്ലോ പറയണത്. മാർച്ചിലാണല്ലോ കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? 2016 മാർച്ചിൽ. അന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അന്ന് 1,70,70,000 ആണ് ഇവരുടെ നിശ്ചയിച്ചത്. ബെഞ്ച് മാർക്കിന്റെ എത്രയാണ് നിശ്ചയിച്ചത്? ബെഞ്ച് മാർക്കിന് നിശ്ചയിച്ചത് അതിന്റെ വിവരാവകാശത്തിന്റെ മറുപടി എന്റെ കയ്യിലുണ്ട്. ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് 1,20,20,000. DLPC കൊടുത്ത പിന്നെ വിവരാവകാശ പ്രകാരം കൊടുത്ത മറുപടിയിൽ പിന്നെ ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ബെഞ്ച് മാർക്ക് പറഞ്ഞിരിക്കുന്നത് 1,20,20,000. ഇവർ പറഞ്ഞിരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് 1,70,70,000. അതിന്റെ പുറമെ ആദവനാട്ട ഒരു ഭൂമിയും. ഈ 3 ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിന്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്തു കാണിക്കുക. ശരി, ആ പ്രപ്പോസലിൽ യു ഡി എഫ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ? ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല. യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം, ക്യാബിനറ്റിന്റെ തീരുമാനം, റവന്യൂ വകുപ്പിന്റെ തീരുമാനം ശ്രീ കെ ടി ജലീൽ കാണിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. കലക്ടർ കൊടുത്തൊരു പ്രപ്പോസൽ അതിൽ ഒന്ന് മാത്രം എടുത്തു കാണിച്ചിട്ട് അങ്ങനെ അത് സ്വാഭാവികമല്ലേ? ഭൂവുടമകൾ ഇപ്പോ മലയാള സർവകലാശാല വരുന്ന യു ഡി എഫിന്റെ കാലത്താണല്ലോ. യു ഡി എഫിന്റെ കാലത്ത് മലയാള സർവകലാശാല വരുമ്പോ ആ പ്രദേശത്തെ ഭൂവുടമകളൊക്കെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അല്ല, കലക്ടറെ സമീപിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കട്ടെ. അതിൽ കളക്ടർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ അതും അന്വേഷിക്കട്ടെ. അത്തരം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം. അത് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത്
എന്തിനാണ് കൈരളി ടിവിക്ക് ഇത്ര പരിഭ്രാന്തി? ഇടത് യു ഡി എഫിന്റെ ഭാഗം ആയി ശരി, ഞാൻ ചോദിക്കുന്നു ഇപ്പൊ ചതുപ്പ്, ആ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യമായല്ലോ അല്ലേ? അല്ല ഒരു മിനിറ്റ്, യെസ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരി, ഞാൻ ആയിക്കോട്ടെ, കോമൺ ആയ ചോദ്യം, എല്ലാവരുടെയും ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ ഭൂമി ഇപ്പൊ ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യമായല്ലോ, അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ബോധ്യമായല്ലോ. അങ്ങനെയെങ്കിൽ ആ ചതുപ്പ് സ്ഥലം, നിർമ്മാണം നടക്കാത്ത ഭൂമി 1,60,000 വാങ്ങിയതിന്റെ ഉത്തരവാദി UDF ആണെങ്കിൽ എന്തിനാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ മടിക്കുന്നത്? ഒരു ഇലക്ഷൻ വരാൻ പോകല്ലേ? UDF നേതാക്കന്മാരെ, ഈ ജലീൽ ഇന്നലെ പറഞ്ഞ അബ്ദുറബുൽ സി മമ്മൂട്ടിയൊക്കെയാണ് അതിന്റെ ഉത്തരവാദിയെങ്കിൽ അവരെ കൽത്തുരുക്കിൽ അടക്കാൻ പറ്റിയൊരു സമയമല്ലേ? അവരെ അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിൽ ഉത്തരവിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ? വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിടാൻ സർക്കാർ തയ്യാറുണ്ടോ? ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ KT ജലീലിന് ഒരു പങ്കുമില്ലെങ്കിൽ, ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് UDF കൽത്തുറുങ്കിൽ അടക്കാനുള്ള ഒരു അവസരം ഉപയോഗിക്കുമോ എന്ന് ചോദിക്കാൻ ചോദിക്കാം.